നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു ബാധ്യതയും വരുത്താത്ത വിധം ചട്ടം പെരുമാറ്റച്ചട്ടത്തിന് ശേഷം നടപടികൾ പൂർത്തീകരിച്ച് കേരളത്തിലുണ്ടാകുമെന്ന് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ഇനി വരുന്ന 6 മാസം ഇടുക്കി ജില്ല കണ്ട ഏറ്റവും വലിയ പട്ടയ വിതരണത്തിന്റെ കാലമാണെന്നും മന്ത്രി പറഞ്ഞു. തൊടുപുഴയിൽ CPI മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂനിയമം ഭേദഗതി ചെയ്യുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഗവർണർ ഒപ്പിടാതെ 1 വർഷത്തോളം താമസിപ്പിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് പാസാക്കിയത്. ചട്ടം രൂപീകരിക്കുവാനും ഒട്ടനവധി വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു ബാധ്യതയും വരുത്താത്ത വിധം ചട്ടം പെരുമാറ്റച്ചട്ടത്തിന് ശേഷം നടപടികൾ പൂർത്തീകരിച്ച് കേരളത്തിലുണ്ടാകും. രാഷ്ട്രീയ അഭിപ്രായങ്ങളെ മുഖവിലക്കെടുത്ത് പ്രത്യേകമായ തർക്കത്തിനും പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കെ രാജൻ പറഞ്ഞു. എല്ലാ ചട്ടങ്ങളെയും കൂട്ടിയോജിപ്പിച്ചതിൻ്റെ ഒരു പൊതുധാരയിൽ കൊണ്ടുവരാവുന്ന വിധത്തിൽ ഒരു വിധത്തിലും പ്രയാസമുണ്ടാക്കാത്ത വിധത്തിലുള്ള ചട്ടം പെരുമാറ്റച്ചട്ടത്തിന് ശേഷം ഭേദഗതിക്ക് ശേഷം ആവശ്യമായ നടപടികൾ കൂടി എടുത്തുകൊണ്ട് കേരളത്തിലുണ്ടാകും. അക്കാര്യത്തിൽ ഒരു പ്രതിസന്ധിയുമില്ല. ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ അഭിപ്രായങ്ങളെ അക്കാര്യത്തിൽ മുഖവിലക്കെടുത്തുകൊണ്ട് പ്രത്യേകമായൊരു തർക്കത്തിനും ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. റവന്യൂ വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും കയ്യിൽ ആവശ്യമായ നടപടികളോട് ഭദ്രമാണ്. ഇനി വരുന്ന 6 മാസം ഇടുക്കി ജില്ല കണ്ട ഏറ്റവും വലിയ പട്ടയ വിതരണത്തിന്റെ കാലം. കട്ടപ്പന ടൗൺഷിപ്പിലെ 614 പേർക്കും പട്ടയം തയ്യാറാക്കി കഴിഞ്ഞു. അതും വിതരണം നടത്തും. കട്ടപ്പന ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നം ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയും. 3 ചെയിൻ പ്രദേശത്തെ പട്ടയ പ്രശ്നം പരിഹരിക്കും. അയ്യപ്പൻകോവിൽ വില്ലേജിൽ 876, കാഞ്ചിയാറിൽ 790 കൈവശക്കാരുടെ എല്ലാ നടപടികളും പൂർത്തീകരിച്ചു. KSEBയുടെ ക്ലിയറൻസ് കിട്ടിയാൽ 3 ചെയിൻ മേഖലയിലെ പട്ടയ വിതരണത്തിലേക്ക് കടക്കും. ഇടുക്കി പ്രദേശത്തെ 3 ചെയിൻ മേഖല വലിയ വിധത്തിലുള്ള ചർച്ചകൾക്ക് വിധേയമായ ഒന്നാണ്. അയ്യപ്പൻകോവിൽ വില്ലേജിൽ 876, കാഞ്ചിയാറിൽ 790 ഉൾപ്പെടെ 1626 കൈവശക്കാരുടെ എല്ലാ വിധത്തിലുള്ള നടപടികളും പൂർത്തീകരിച്ചു. ഈ മാസം 4-ാം തീയതി സർക്കാരിലേക്ക് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ലഭ്യമായിട്ടുണ്ട്. KSEBയുടെ കൂടി ക്ലിയറിംഗ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കിയിലെ 3 ചെയിൻ മേഖലയിലെ പട്ടയങ്ങൾ വിതരണം ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അനധികൃതമായി സർക്കാർ ഭൂമിയിൽ ഇരിപ്പുറപ്പിക്കുവാൻ ശ്രമിക്കുന്നവൻ എത്ര ഉന്നതനായാലും ഭൂമി തിരിച്ചുപിടിച്ച് സർക്കാരിന്റേതാക്കും. ചക്രമുടി അതിനൊരു സൂചന മാത്രം. ചക്രമുടിയിൽ ശരിയായ തീരുമാനമാണ് സർക്കാർ എടുത്തത്. പരുന്തുംപാറ ഉൾപ്പെടെ കയ്യേറിയാൽ റവന്യൂ വകുപ്പ് മുട്ടുമടക്കില്ലെന്ന് കെ രാജൻ പറഞ്ഞു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിൽ പരുന്തുംപാറ ഉൾപ്പെടെ ഒരാളെയും അനധികൃതമായി ഏതു ചിഹ്നങ്ങൾ വെച്ചാണെങ്കിലും ഏത് അധികാര സ്ഥാനങ്ങൾ വെച്ചാണെങ്കിലും ഏത് വകുപ്പിന്റെ പേര് പറഞ്ഞാണെങ്കിലും സർക്കാരിന്റെ പുറംചാരി നിന്നാണെങ്കിലും ഒരു അധികാര സ്ഥാനത്തിന്റെയും ഒരു തന്തഗോപുരത്തിന്റെയും മുമ്പിൽ ഈ ഗവൺമെന്റോ റവന്യൂ വകുപ്പോ മുട്ടുമടക്കില്ല. ഉറപ്പായിട്ടും അത്തരം പ്രശ്നങ്ങൾ ഗവൺമെന്റ് തിരിച്ചെടുക്കും. പക്ഷേ അതോടൊപ്പം പറയട്ടെ, കുടിയേറ്റക്കാരനെയും കയ്യേറ്റക്കാരനെയും ഒരുപോലെ ഈ ഗവൺമെന്റ് കാണില്ല. നീലക്കുറിഞ്ഞി ഉദ്യാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പരിഹരിക്കും. ദേവികുളം സബ് കളക്ടറെ സെറ്റിൽമെന്റ് ഓഫീസറായി നിയമിച്ചു. പ്രത്യേകം ഓഫീസും നൽകി. വട്ടവടയിലും കൊട്ടാക്കമ്പൂരിലും റീസർവേ വേഗത്തിലാക്കി പ്രശ്നം പരിഹരിക്കാൻ നടപടികൾ നടന്നുവരുന്നു. മൂന്നാർ കുറ്റിയാർ വാലിയിലെ സർവേ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ചു. പട്ടയം രേഖാമൂലം ലഭിക്കാത്തവർക്ക് 500 പട്ടയങ്ങൾ ജൂലൈ 31-നകം നൽകാൻ കഴിയുമെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.